ഈ ഉമി എങ്ങനെ കിട്ടി? ഉമിയൊന്നും ഇപ്പോൾ ആരും കാണാത്തതാണ്. അല്ല, ഉമിയൊന്നും ഇപ്പോൾ ആർക്കും അങ്ങനെ കിട്ടാനില്ല. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെയാ കിട്ടിയ അമ്മച്ചിക്ക് ഇത്രയും? അങ്ങനെ അത് ഇനി കുരുമുളക് ചേർക്കേ? കുരുമുളക് ഉപ്പും കൂടെ പൊടിക്കണം. അത് കഴിഞ്ഞ് കുറയ്ക്കണം. ഇത് കത്തിക്കുക, എന്നിട്ടോ ചൂട്ടിലേക്ക് ഇടുക. ചൂട്ട് കത്തിക്കാൻ എടുക്കുക. എന്നിട്ടോ ഇതിൽ വെക്കേ? നമ്മളത് കത്തൂല്ലേ? കത്തട്ടെ. ഇളക്ക ശരീരമൊക്കെ. അത് ശരി. ഇത് സത്യമാണത്, ഞാൻ ജീവിതത്തിലായിരുന്നു ചെയ്യും. അമ്മ അത് കത്തി പോവോ? ഇത് തീർന്നു പോവോ? കത്തണം. അമ്മ അത് ചൂട്ടൊക്കെ കത്തുണ്ട് കേട്ടോ. ദൈവമേ, ചട്ടി ഇന്ന് കത്തുന്നു. തീ കിട്ടും, ചൂട്ട് കിട്ടില്ല. ചൂട്ട് ചൂടെടുക്കുക. അത് കുറച്ച് മറ്റേ ഇവിടെ ഇതോ. നമുക്കൊരു പേപ്പറിലിടായിരുന്നു അല്ലേ അമ്മ? ഒരു പേപ്പറിലിടായിരുന്നു അല്ലേ? ആ ശരി. ചാരം പോവാന്. ശരി. അപ്പം എന്താ സംഭവം എന്നറിയോ? അതിരാവിലെ എഴുന്നേറ്റതിൻ്റെ ഒരു സ്റ്റേഷൻ കിട്ടായ്മയാണ് കേട്ടോ നടന്നതല്ല. തീക്കട്ടെ പോ, ഇനി ഊതണ്ടല്ലോ. അങ്ങനെ ഭൂമിക്കരി കരിച്ച് പല്ല് വയ്ക്കുക അല്ലേ അമ്മ? അത് ചൂട് പോയി. ചൂടില്ല, എത്ര പെട്ടെന്ന് ചൂടാറി. അത് ശരി. ഓ പോയിതാ, ഒട്ടും ചൂടില്ല. ഇത്ര വേണ്ടല്ലേ അമ്മ? കുറച്ച് നുള്ളു മതി അല്ലേ? അതല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ തറവാട്ടിലെ രാവിലെയാണ് കേട്ടോ. തറവാട്ടിൽ നിന്നാണ് അവർ മലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ പാട് പല്ല് തേക്കാൻ ഉമിക്കരി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. ഞങ്ങൾ ഉമിക്കരി തരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അമ്മച്ചി പറഞ്ഞു ഉമി ഉണ്ടടി നമുക്ക് കരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഉമി എടുത്തു തന്നു. അങ്ങനെ ഉമി കരിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഓർമ്മ വന്നില്ല. ശരിയാണ്, നമുക്ക് ഉമിക്കരി ചേർക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്നാൽ ബ്രഷ് എടുത്ത് പല്ല് അച്ഛൻ്റെ ഉള്ളി കഴിഞ്ഞു. പല്ല് വെച്ചിട്ട് വേഗം കേട്ടോ.
ഇയാളെ ഇതാ ഉറക്കത്തു നിന്ന് എണീപ്പിച്ചതിൻ്റെ വിമ്മിഷ്ടത്തിൽ എന്നിട്ട് ആൾ പിന്നെ പല്ലിൽ ക്ലിപ്പിട്ട കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ പല്ലിൽ ക്ലിപ്പിട്ടത് കൊണ്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് അല്ലേ തേക്കാൻ പറ്റുള്ളൂ, ഉമിക്കരിയിട്ട് തേക്കാൻ പറ്റുമല്ലോ. ഞാനത് മറന്ന് കൊണ്ട് ചെന്നാണ് കേട്ടോ. പിന്നെ എന്തായാലും അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു. അപ്പം രണ്ടാൾക്കും കുളിക്കണം. അപ്പം ചൂടുവെള്ളത്തിലൊന്നും കുളിക്കാൻ പാടില്ല, സ്വാമിമാർ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം കേട്ടോ. പിന്നെ എന്തായാലും നമ്മളെ വീട്ടിലല്ലേ, അതായത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും പച്ചവെള്ളത്തിൽ തന്നെയാണല്ലോ അവർ കുളിക്കണത്. അപ്പോൾ മടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം സാരമില്ലാന്ന് ചോദിച്ചിട്ട് വെച്ചാണ് കേട്ടോ ചൂടുവെള്ളം. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ അമ്മ ഉണ്ടായിരുന്നല്ലോ, അച്ഛമ്മയുണ്ട്, പിന്നെ ഏട്ടത്തിയൊക്കെ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. അവർ തലേന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആരുമില്ല, ഞങ്ങളും അച്ഛമ്മയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വേഗം കുളിക്കാൻ വെള്ളം വെച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു വിടാമെന്ന് ഓർത്തിട്ടോ. അപ്പം മോനൂസിന് രാവിലെ എണീക്കാനൊക്കെ ഒരു വിമിഷ്ടമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇന്ന് പോവുമല്ലേ മോൻ്റെ എണീറ്റോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എണീറ്റു. പിന്നെ രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പിയെല്ലാം കൊടുത്തു. പിന്നെ അമ്മച്ചിക്ക് കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മച്ചിക്ക് താഴോട്ട് പോരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ പോരുന്നില്ല, ഞങ്ങളാണ് കേട്ടോ പോയത്. ആദ്യക്കുട്ടനും കൂടും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോനോട് ഞാൻ പറഞ്ഞു അച്ഛമ്മേരെ കാല് തൊട്ട് നെറുകിൽ വെച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്പലത്തിൽ വരികയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് എന്തായാലും അത് അവർ ചെയ്യിപ്പിക്കും, ദക്ഷിണ കൊടുക്കുമ്പോഴേ. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പം അന്ന് എനിക്ക് വീഡിയോ ഞാൻ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് ഫോൺ അവിടെ ഓണാക്കി അങ്ങനെ വെക്കാനൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല, ഓർത്തുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണേലും ഞങ്ങൾ ഉമിക്കരിയൊക്കെ ഉണ്ടാക്കി പല്ലൊക്കെ തേച്ച് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് പിന്നെ ആദ്യക്കുട്ടനെയും കുടുവിനെയൊക്കെ ഉണർത്തി കുളിപ്പിച്ചൊക്കെ ഞാൻ പുറകെയാണ് കേട്ടോ പോയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തന്നെ കുറച്ച് 1-2 കെട്ടുനിറയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചേട്ടായും മോനൂസും അവർ രണ്ടുപേരും ആയില്ല. അതിൻ്റെ മുമ്പുള്ളവരെ സ്വാമിമാരെ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കെട്ടുനിറേൻ്റെ മുഴുവൻ വീഡിയോ ഒന്നുമില്ല, എന്നാലും ഉണ്ട്. അവനെ അവിടെ എവിടെയോ കമ്പീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫോണ്, അങ്ങനെ പിടിച്ച കുറച്ച് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കെട്ടുനിറേൻ്റെ കാര്യങ്ങളാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു.
വേൽമുരുക തന്മുക ബാലമുരുക തന്മുക വേൽമുരുക ബാലമുരുക ബാബ തന്മുക വേൽമുരുക ബാലമുരുക ബാബ ബാലമുരുക ബാബ ശംഭോ കുമാരനേ ബാബ തന്മുക കുമാരനേ ബാബ Thank you.
കെട്ട് മുറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദക്ഷിണ കൊടുക്കലും പിന്നെ കഞ്ഞി കുടിക്കാനൊക്കെയുള്ള സമയമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എന്താ പറയുക, കുടു ഭയങ്കര വഴക്കായിരുന്നേ. കുടു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ കുടുവിന് അച്ഛ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അച്ഛൻ്റെ കൂടെ പോകണം, എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് കുടു ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. കുടു കരയുന്നത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അവൻ്റെ അത്രയും ഇതായി കഴിയുമ്പോൾ നമ്മളും അറിയാണ്ട് ഇതായി പോകും കേട്ടോ. അപ്പം അങ്ങനെ കുടുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ പ്രസാദവും പ്രസാദം കഴിക്കലും കഞ്ഞി കുടിക്കലും എല്ലാം കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പം ചേട്ടായിൻ്റെ മനസ്സിൻ്റെ സ്വാമീൻ്റെ കയ്യൊക്കെ പിടിച്ച് അവൻ ഭയങ്കര കളി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോകണം.
അയ്യപ്പന്മാരെ സ്വാമിയെ അയ്യപ്പോ സ്വാമി ശരണം കുഴപ്പമുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ നേരെ കാണുന്നില്ല. അച്ഛൻ പോയില്ലേ ഇപ്പൊ വരും പോയി എവിടെ കേറി പോയാലോ? നമുക്ക് വണ്ടി ഇവിടെ വെക്കാം. ഇവിടെ വെച്ചാലോ? വണ്ടി ഇവിടെ കയറ്റിട്ട് മൂപ്പര് മറന്നുപോയി. ഞങ്ങളെ